റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. താഴെ ഒരു 5 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ അതിൻ്റെ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചോദ്യങ്ങളും വായിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടുന്ന് എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് എഴുതണം. ചോദ്യങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കുക. ഉത്തരങ്ങളും കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ എഴുതിയാൽ മതി. ഇവിടെ ഉത്തരങ്ങൾ എന്തൊക്കെയുള്ളത് നോക്കൂ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും, പിന്നെ അനുസരിക്കുകയും വേണം, മുഅ്മിനാവണം, നാം ദുആ ചെയ്യണം, ഉപ്പയാണ്. ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അതിൽ 1ാമത്തെ ചോദ്യം എന്താണ്? മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാം ദുആ ചെയ്യണം എന്നല്ല പഠിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നാം ദുആ ചെയ്യണം എന്ന് എഴുതി കൊടുക്കാം. നാം ദുആ ചെയ്യണം. ഇനി 2ാമത്തെ ചോദ്യം എന്താ? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, മാതാപിതാക്കൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ എന്താ? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിവിടെ ഇതാ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ആൻസറായി. ഇനി 3ാമത്തത്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. ആരാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്? ഇവിടെ അതിൻ്റെ ആൻസർ ഉണ്ട്, ഉപ്പയാണ് അല്ലേ? അപ്പോൾ ഉപ്പയാണ് എന്നിവിടെ എഴുതിയാൽ മതി, ഉപ്പയാണ്. ഇനി 4ാമത്തത്, മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും പിന്നെന്ത് ചെയ്യണം? ഇവിടെ അതിൻ്റെ ആൻസർ അനുസരിക്കുകയും വേണം എന്നാണ് 4ാമത്തത്. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അപ്പോൾ അനുസരിക്കുകയും വേണം എന്ന് അതിൻ്റെ നേരെ ഇതാ. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി 5ാമത്തത്, സ്വർഗത്തിൽ കടക്കാൻ ആരാവണം? ഇതാണ് അതിൻ്റെ ആൻസർ, മുഅ്മിനാവണം എന്നാണ്. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. അപ്പോൾ അതവിടെ ഇതാ. ചോദ്യം ഉത്തരമൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കി കൃത്യമായ ഉത്തരങ്ങൾ ഓരോന്നിൻ്റെ നേരെടുത്ത് ഇതാണ് വേണ്ടത്. ഇനി 2ാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് യോജിച്ചവ കള്ളികളിൽ എഴുതാം എന്നാണ്. ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. വായന തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടി വായിക്കാം ഞാൻ, പിന്നെ അതും വായിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അപ്പോൾ ബിസ്മി ചൊല്ലേണ്ട കുറച്ച് സമയങ്ങളാണ് ഇവിടെ എഴുതിയേക്കേണ്ടത്. അതിൽ 1ാമത്തേത് ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഇനി അതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് 2ാമത്തേത്? സ്വതക്ക നൽകുമ്പോൾ, അത് പുസ്തകത്തിൽ ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ബിസ്മി അല്ല. അപ്പോൾ സ്വതക്ക നൽകുമ്പോൾ സ്ഥലത്തിനനുസരിച്ച് കണ്ട് ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൂട്ടി എഴുതുന്നുണ്ട്. സ്വതക്ക നൽകുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ കറക്റ്റായല്ലോ. ഇനി അടുത്ത് എന്താണ്? ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അല്ലേ, അതേതാ 3ാമതായിട്ട്. ഭക്ഷണം കഴിക്കാൻ ഞാൻ കംപ്ലീറ്റ് എഴുതണില്ല, കുറച്ച് എഴുതണുള്ളൂ. നിങ്ങളത് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് പഠിക്കുക. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്നും കൂടി ഇവിടെ വേണം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പം ഞാനിവിടെ വെള്ളം കുടിക്കാൻ എഴുതണുള്ളൂ, തുടങ്ങുമ്പോൾ എന്നും കൂടി അവിടെ ചേർക്കണം. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ബിസ്മി ചൊല്ലേണ്ട
ആ സന്ദർഭങ്ങൾ സമയങ്ങൾ പഠിച്ചു വെക്കുക. അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്താണ് അതിൽ ഒന്നാമത്തെ ചോദ്യം? മുഅ്മിനാവാൻ പരസ്പരം ഡാഷ്. മുഅ്മിനാവാൻ പരസ്പരം എന്താണ് വേണ്ടത്? സ്നേഹം വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. അപ്പോൾ സ്നേഹം വേണമെന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി രണ്ടാമത്തേത് എന്താ? ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ. ബിസ്മി നമ്മൾ പല കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി അല്ലാണല്ലോ. അപ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും എന്ന് പഠിച്ചല്ലോ. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും എന്നെഴുതാം. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി മൂന്നാമത്തത് ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും. ആരാണ്? ഉമ്മയാണ് അല്ലേ? ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ഉമ്മയാണെന്ന് ഇതേൽ അത് കംപ്ലീറ്റായി. പിന്നെ നാലാമത്തത് റിള റബ്ബി ഫീരിള ഡാഷ്. എന്താണ് അവിടെ? റിള റബ്ബി ഫീരിളൽ വാലിദൈനി എന്നാണ് അല്ലേ? മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം, തൃപ്തി എന്നൊക്കെ അതിൻ്റെ അർത്ഥം പറയാം. അപ്പോൾ അത് ഇങ്ങനെ പൂർത്തീകരിക്കാം. ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെ 4 ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റേതായ ഓരോ സ്ഥലങ്ങളിൽ എഴുതുക. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ അള്ളാഹുവിൻ്റെ 3 പേരുകളുണ്ട്. ഏതൊക്കെ? ഒന്ന് അള്ളാഹു, പിന്നെ ഒന്ന് അർ റഹ്മാൻ, മറ്റൊന്ന് അർ റഹീം. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ബിസ്മിയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ. അപ്പോൾ അതിവിടെ ഇതാ. ഒന്ന് അള്ളാഹു, പിന്നെ അർ റഹ്മാൻ, പിന്നെ അർ റഹീം. ഇതാണ് 3 നാമങ്ങൾ. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം. പിന്നെ രണ്ടാമത്തെ എന്താ? പരസ്പരം സലാം പറയണം. ആരാണ് പരസ്പരം സലാം പറയേണ്ടത്? മുസ്ലിങ്ങളാണല്ലേ. മുസ്ലിങ്ങൾ കണ്ടാൽ പരസ്പരം സലാം പറയണം. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ എന്ന ആൻസർ ചെയ്താൽ പരസ്പരം സലാം പറയണം. മുസ്ലിങ്ങൾ. മൂന്നാമത്തെ ചോദ്യം എന്താ? സലാം പറയേണ്ട വാചകം ഏതാണ്? എങ്ങനെയാണ് സലാം പറയേണ്ടത്? സലാം പറയേണ്ട വാചകം നമുക്കൊക്കെ അറിയാം. എങ്ങനെ സലാം പറയാം? അസ്സലാമു അലൈക്കും എന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇതാ സലാം പറയേണ്ട വാചകം അസ്സലാമു അലൈക്കും. ഇനി നാലാമത്തെ ചോദ്യം എന്താ? സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എല്ലാവരോടും പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ഇങ്ങനെ സലാം പറഞ്ഞാൽ സലാം ഇങ്ങനെ വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും? സ്നേഹമുണ്ടാകും എന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ സ്നേഹം എന്ന് എഴുതിയാൽ മതി. സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും? സ്നേഹം. ഇനി അഞ്ചാമതൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കാനാണ്. അത് നമ്മൾ ഒരു പാട്ട് പഠിച്ചല്ലോ. ബിസ്മി പറഞ്ഞു, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ? ബിസ്മി പറഞ്ഞു ഡാഷ് നാം, പിന്നെ റബ്ബിൻ ഇഷ്ടം ഡാഷ് നാം. ഇത് പിന്നെ അതിൽ കുറേ വാക്കുകളിൽ തുടക്കത്തിൽ ബിസ്മി പറഞ്ഞു എന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസ്മി പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരിയേക്കാരെ എഴുതുക. ബിസ്മി പറഞ്ഞു പഠിക്കുക എന്നൊക്കെ എഴുതുക. പക്ഷേ ഇവിടെ നോക്കൂ, റബ്ബിൻ ഇഷ്ടം എന്നിവിടെ ഉണ്ട്. അപ്പോൾ ഇത് അവസാനത്തെ വരിയാണ്. അപ്പോൾ ആ അവസാനത്തെ വരിയിൽ തൊട്ട് മുമ്പത്തെയാണ് ബിസ്മി പറഞ്ഞു. എന്താണത്? ബിസ്മി പറഞ്ഞു പഠിക്കുക എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അവസാനത്തെ വരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിസ്മി പറഞ്ഞു പഠിക്കുക നാം, റബ്ബിൻ ഇഷ്ടം നേടുക എന്നാണ് ഇവിടെ വേണ്ടത്. ഈ 2 വാക്കാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പൂരിപ്പിക്കാൻ തരുമ്പോൾ പാട്ടൊക്കെ ആണെങ്കിൽ ഏത് വരിയാണെന്നൊന്ന് മനസ്സിൽ വേണം കേട്ടോ. ഇവിടെ റബ്ബിൻ ഇഷ്ടം നേടുക എന്നുള്ളത് ലാസ്റ്റ് വരിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വരിയിൽ എന്താണോ അതാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ നമുക്ക് പൂരിപ്പിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.